അമേരിക്കയുടെ ഹൃദയം തകർത്ത് ഇറാന് ശക്തമായ തിരിച്ചടി തുടരുകയാണ്. ഇപ്പോൾ ബന്ദർ അബ്ബാസിൽ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട MQ-9 റീപ്പർ തകർന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇത് ഇറാൻ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ബന്ദർ അബ്ബാസ് എന്നറിയപ്പെടുന്നത് ഹോർമുസ് കടലിടുക്കിനോട് ചേർന്ന ഇറാന്റെ പോർട്ടിലുള്ള മിലിറ്ററി ബേസ് ആണ് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഭാഗം നിരീക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ദൗത്യം നിർവഹിക്കുന്നതിനിടയിലാണ് ഇറാൻ തകർത്തിരിക്കുന്നത്. ഇത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം അമീർ ഹസൻ എന്നറിയപ്പെടുന്ന ജോർദാനിലെ വ്യോമ താവളത്തിൽ ഇറാന്റെ മിസൈലുകൾ പതിച്ചിരുന്നു. എന്നാൽ ഈ മിസൈൽ പതിച്ച ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം MQ-9 റീപ്പറിന്റെ ഡിപ്പോ ആയിരുന്നു എന്ന് പറയപ്പെടുന്നു. അവിടെ 4 MQ-9 റീപ്പർ ഡ്രോണുകൾ തകർന്നിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം വരുന്ന വാർത്ത. എന്തായാലും അമേരിക്കയുടെ ഓരോ ആക്രമണങ്ങൾക്കും ഇരട്ടി പ്രതികരണങ്ങളാണ് ഇറാന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. ഇറാൻ അമേരിക്കക്കെതിരെ പ്രതികരിക്കാനുള്ള അവസരങ്ങൾ മാത്രം കാത്തു നിൽക്കുന്നു എന്നാണ് ഇറാന്റെ പ്രതികരണങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ട്രംപ് വിയർക്കുന്ന സാഹചര്യങ്ങളാണ് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോക പോലീസിന്റെ എല്ലാ പ്രതാപവും നഷ്ടപ്പെടുത്തിയെന്ന് മാത്രമല്ല, ശക്തമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് അമേരിക്കയെ വലിച്ചിടുന്ന ശക്തമായ തിരിച്ചടികളും ആക്രമണങ്ങളുടെ പരമ്പരകളാണ് ഇറാന്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ അമേരിക്ക 10 ടാർഗറ്റുകൾ ആക്രമിക്കുമ്പോൾ 15 ടാർഗറ്റുകളെങ്കിലും അമേരിക്കയുടേത് ഇറാൻ ആക്രമിക്കുന്നു. 1-ന് 2 എന്ന രീതിയിൽ ശക്തമായ തിരിച്ചടിയാണ് അമേരിക്കക്ക് ഇറാൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലയില്ലാത്ത വെള്ളത്തിലാണ് ട്രംപ് അകപ്പെട്ടിരിക്കുന്നത്. ഇറാനുമായുള്ള യുദ്ധത്തിൽ നിന്ന് കരകയറാൻ കഴിയുന്നില്ല. എന്നാൽ ഏതെങ്കിലും രീതിയിൽ ഇറാൻ ഒന്ന് മയപ്പെട്ട് കിട്ടുകയാണെങ്കിൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും എന്ന് അതിനുവേണ്ടി പല ശ്രമങ്ങളും നടത്തുന്നു. പക്ഷേ ഇറാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത് ഏകപക്ഷീയമായ കരാറുകൾ രൂപീകരിക്കുന്ന കാലം കഴിഞ്ഞുപോയി എന്നാണ്. അതിന് തയ്യാറല്ല. ഇറാൻ പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾ ഈ ചർച്ചയ്ക്ക് തയ്യാറാവൂ എന്നാണ്. അവിടെയാകട്ടെ ഇറാൻ പറയുന്ന ഈ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ അംഗീകരിച്ചാൽ അമേരിക്കയുടെ 100% പരാജയം എന്നേ അതിന് പറയാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ട്രംപിന് അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. എന്നാൽ യുദ്ധം അവസാനിപ്പിക്കാനും കഴിയാത്ത ഇങ്ങനെയുള്ള ഒരു ഗതികെട്ട സാഹചര്യത്തിലാണ് ട്രംപ് ഉള്ളത്. ഇവിടെയാണ് ഇനി എന്ത് സംഭവിക്കുമെന്ന് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇറാന്റെ തിരിച്ചടികളെ ഉൾക്കൊള്ളാൻ, അല്ലെങ്കിൽ ആ തിരിച്ചടികളുടെ നാശനഷ്ടങ്ങളെ ഉൾക്കൊള്ളാൻ അമേരിക്കക്കും അമേരിക്കൻ ജനതക്കും സാധിക്കുമോ എന്ന് തന്നെയാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ ഉപരോധങ്ങളിലൂടെ കടന്നു വന്ന രാഷ്ട്രമാണ്. ഇനിയൊരു പുതിയ ഉപരോധങ്ങളോ സാമ്പത്തിക പ്രതിസന്ധിയോ അനുഭവിക്കുക എന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ കഴിയും. പക്ഷേ ലോക പോലീസ് അങ്ങനെയല്ലല്ലോ. ലോക പോലീസിന്റെ ദുരന്ത ദിനങ്ങളാണ് വരാൻ പോകുന്നത് എന്നാണ് കണക്ക് കൂട്ടുന്നത്.